എല്ലാവർക്കും സുപ്രഭാതം. ഇന്ന് രാമായണ പാരായണത്തിലെ 19ാമത്തെ ദിവസമാണ്. ഇപ്പോൾ 19ാമത്തെ ദിവസങ്ങളിലെ പേജുകളാണ് ഇന്ന് വായിക്കാൻ പോകുന്നത്. നമസ്കാരം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദിരമതമാ രാമ രാമ, ശ്രീരാഘവാത്മാ രാമ, ശ്രീരാമ രമാപതേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ, നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിയതു മടിയാതെ, ശാരിക പൈതാനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോട് പറഞ്ഞു തുടങ്ങിനാൾ. സമ്പാദി വാക്യം. അപ്പോൾ മഹേന്ദ്രജാലേന്ദ്ര ഗുഹാന്തരത്തിൽ ഗൃഹം പുറത്തു പതുക്കെ പുറപ്പെട്ടു. വൃദ്ധനായൊരു ഉള്ളൊരു ഗൃദ്ധപ്രവരനും പൃഥ്വീതരപ്രവരോത്തുംഗരൂപനായി ദൃഷ്ട്വാ പരക്കി കിടക്കും കവികളെ ദൃഷ്ടാ പറഞ്ഞത് ഗൃദ്ധകുലാധിപൻ, പക്ഷമില്ലാതൊരെനിക്ക് ദൈവം ബഹുഭക്ഷണം തന്നത് ഭാഗ്യമല്ലോൽബലാൽ. മുമ്പിൽ മുമ്പിൽ പ്രാണഹാനി വരുന്നത് സംപ്രീതി പൂണ്ട് ഭക്ഷിക്കാമനദിനം. ഗൃധ്രവാക്യം കേട്ടു മർക്കടൗഘം പരി ത്രസ്തരായ അന്യോന്യമാശ ചൊല്ലിയിടിനാർ. അദ്രീന്ദ്രതുല്യനായ ഒരു ഗൃഹാധിപൻ സത്വരം കൊത്തി വിഴുങ്ങുമെല്ലാരെയും നിഷ്ഫലം നാം മരിച്ചിടുമാറായത് കൽപ്പിതമാക്കും തടുക്കരുതേതുമേ. നമ്മാലൊരു കാര്യം കൃതായില കർമ്മങ്ങൾ ദോഷങ്ങൾ പറയാനെന്തഹു. രാമകാര്യത്തെയും സാധിച്ചതില്ല നാം, സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ. വ്യർത്ഥമിവനാൽ മരിക്കുന്നത് വന്നത് മെത്രയും പാപികളാകതന്നേ വയം. നിർമ്മലനായ ധർമാത്മാ ജടായുധൻ നന്മയോർത്തോളം പറയാവതല്ലോ. വന്നിപ്പതിനു പണിയുണ്ടവനുടെ പുണ്യമോർത്താൽ മറ്റാർക്ക് കിട്ടുമോ? ശ്രീരാമകാര്യാർത്ഥമാശു മരിച്ചവൻ ചേരുമാറായത് രാമപാദാംബുജെ. പക്ഷി എന്നാകിലും മോക്ഷം ലഭിച്ചത് പക്ഷീന്ദ്രവാഹനാനുഗ്രഹം വിസ്മയം. വാനരഭാഷിതം കേട്ടു സമ്പ്രാതി മാനസാനന്ദം കലർന്നു ചോദിച്ചിത് കർണപീയൂഷ സമാനമാം വാക്കുകൾ. ചൊന്നതാരിന്നു ജടായുവിനിങ്ങനെ നിങ്ങളാരെന്ത്
കൊണ്ടു പറയുന്നിതന്യോന്യ മിങ്ങുവരുവിൻ ഭയപ്പെടായതുമേ. ഉമ്പർക്കോൻ പൗത്രനുമമ്പോടതു കേട്ടു സമ്പാദിതനുടെ മുന്നിലമ്മാറുചൻ അന്നം ഭോജലോചനൻ തമ്പാദ പങ്കജം സംഭാവ്യ സമോദം ഉൾക്കൊണ്ടു ചൊല്ലിനാൻ. സൂര്യകുലജാതനായ ദശരഥനാര്യൻ പുത്രൻ മഹാവിഷ്ണുനാരായണൻ പുഷ്കരനേത്രനാം രാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരനും നിജ ലക്ഷ്മിയാം ജാനകിയോടും തപസ്സിനായി പൊക്കിതു കാനനം താതജ്ഞയാ പുരാ കട്ടുകൊണ്ടിരുന്നാ തൽക്കാലമെത്രയും. ദുഷ്ടനായുള്ള ദശമുഖൻ സീതയെ ലക്ഷ്മണനും കമലേക്ഷണനും പിരിഞ്ഞക്ഷോണിപുത്രി മുറയിട്ടത് കേട്ടു തൽക്ഷണം ചെന്നു തടുത്തു യുദ്ധം ചെയ്ത ലക്ഷണാചരനോട് ജടായുവാം പക്ഷിപ്രവരന്നതിനാൽ വലഞ്ഞോരു രക്ഷോവരൻ നിജചന്ദ്രഹാസം കൊണ്ട് പക്ഷവും വെട്ടിയെറുത്താനത് നേരം പക്ഷീന്ദ്രനും പതിച്ചാൽ ധരണീതലി ഭർത്താവിനെ കണ്ടു വൃത്താന്തമൊക്കവേ. സത്യം പറഞ്ഞൊഴിഞ്ഞെന്നുമേ നിന്നുടെ മൃത്യുവരായി എന്നനുഗ്രഹിച്ചാൾ ധരാ പുത്രിയും തൽപ്രസാദേന പക്ഷീന്ദ്രനും രാമനെ കണ്ടു വൃത്താന്തമറിയിച്ചു. രാമസായുജ്യം ലഭിച്ചത് ഭാഗ്യവാൻ അർക്കകുലോദ്ഭവനാകിയ രാമനു മർക്കജനോട് അഗ്നിസാക്ഷികമാം വണ്ണം സഖ്യവും ചെയ്തുടൻ കൊന്നിതു ബാലിയെ സുഗ്രീവനായി കൊണ്ടു രാജ്യവും നൽകിനാർ. വാനരാധീശ്വരനായ സുഗ്രീവനും ജാനകിയെ തിരഞ്ഞാശു കണ്ടിടുവാൻ ദിക്കുകൾ നാലിലും പോകുന്നയച്ചിത് ലക്ഷം കപിവരന്മാരെ ഓരോരോ ദിശി ദക്ഷിണ ദിക്കിന് പോന്നിത് ഞങ്ങളും രക്ഷോവരനെയും കണ്ടതില്ലെങ്കുമേ 30 നാളിനകത്തു ചെന്നിടായി ലപ്പോളവരെ വധിക്കും കവിവരൻ പാതാളമുൾപ്പൊക്കുവാസരം പോയത് മേലുമറിഞ്ഞീല ഞങ്ങളതുകൊണ്ട്. ദർഭ വിരിച്ചു കിടന്നു മരിപ്പതിപ്പോൾ ഭവാനെയും കണ്ടു കിട്ടി ബിലാൽ. ഏതാനുമുണ്ടെന്നറിഞ്ഞിട്ട് നീയെങ്കിലോ സീതാവിശേഷം പറഞ്ഞു തരേണമേ. ഞങ്ങളുടെ പരമാർത്ഥ വൃത്താന്തങ്ങൾ ഇങ്ങനെയുള്ളോന്നു നീ അറിഞ്ഞിടണോ. താരേ വാക്കുകൾ കേട്ടു സമ്പാദിയും ആരൂഢമോദവനോട് ചൊല്ലിനാൽ ഇഷ്ടനാം ഭ്രാതാവിനിക്കു ജടായു ഞാൻ ഒട്ടുനാളുണ്ടവനോട് പിരിഞ്ഞതും. ഇന്നനേകായിരം വർഷം കൂടി ഞാൻ എന്നുടെ സോദര വാർത്ത കെട്ടിടിനാൾ. എന്നുടെ സോദരനായ ഇതൊക്കെ ക്രിയക്കെന്നെ എടുത്തു ജലാന്തികയെ കൊണ്ടുപോയായി. നിങ്ങൾ ചെയ്യിപ്പിന്നുതക കർമാദികൾ നിങ്ങൾക്ക് വാത്സഹായം ചെയ്യുവാനാശുതൻ. അപ്പോൾ അവനെ എടുത്തു കവികളും മപ്തി തീരത്തു വച്ചിടിനാഥരാൽ തൽസിലെ കുളിച്ചഞ്ജലിയും നൽകി വത്സലാം പ്രാതാവിനായിക്കൊണ്ട് സാദരം സ്വസ്ഥാനദേശത്തിരുത്തിനാർ. പിന്നെയും മൂത്തവന്മാരായ വാനര സഞ്ജയം എന്നുടെ സോദരായുധക്രിയക്ക് എന്നെ എടുത്തു ജലാന്തിയെ കൊണ്ടുപോയി നിങ്ങൾ ചെയ്യിപ്പിന്നുതക കർമാദികൾ
നിങ്ങൾക്ക് വാക്സഹായം ചെയ്യുവാനാശു ഞാൻ. അപ്പോൾ അവനെ എടുത്തു കവികളും അബ്ധി തീരത്തു വച്ചീടിനാദരാൽ തൽസലേ കുളിച്ചഞ്ജലിയും നൽകി വത്സനാം ഭ്രാതാവിനായി കൊണ്ടു സാദരം സുസ്ഥാന ദേശത്തിരുന്നിനാ. പിന്നെയും ഉത്തമന്മാരായ വാനര സഞ്ജയം സ്വസ്ഥനായി സമ്പാദി ജാനകി തന്നോടെ വൃത്താന്തമാശു പറഞ്ഞു തുടങ്ങിന. തുങ്കമായിടും ത്രികൂടാചലോപരി ലങ്കാപുരിയുണ്ടു മധ്യേ സമുദ്രമായി. തത്ര മഹാശോകഗാനനേ ജാനകി നക്തഞ്ജരി ജനമധ്യേ വസിക്കുന്നു. ദൂരമൊരു 100 യോജനയുണ്ടത്. നേരെ നമുക്ക് കാണാം. വൃത്രനാകയാൽ സാമർഥ്യമാർക്കത് ലംഘിപ്പതിന്നവൻ. ഭൂമി തനൂജൈ കണ്ടുവരും ധ്രുവം. സോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലണം. ഏതൊരു ജാതിയും പക്ഷവുമില്ലവേ. യത്നേന നിങ്ങൾ കടക്കണമാശുപോയി. രത്നാകരം പിന്നെ വന്നുരക്കുത്തമൻ. രാവണൻ നിന്നെയും നിഗ്രഹിക്കും ക്ഷണ. ലേപമതിന്നു വഴിയെന്നു നിർണയം. രത്നാകരം ശതയോജന വിസ്തൃതം. യത്നേന ചാടിക്കടന്നു ലങ്കാപുരം. പൊക്കുവൈദേഹിയെ കണ്ടു പറഞ്ഞുടൻ നിക്കരെ ചാടിക്കടന്നു വരുന്നതും. തമ്മിൽ നിരൂപിക്കനാമെന്നോ ഒരുമിച്ച് തമ്മിൽ അന്യോന്യം പറഞ്ഞു തുടങ്ങിന. തമ്മിൽ നിരൂപിക്കനാമെന്നൊരുമിച്ചു തമ്മിൽ അന്യോന്യം പറഞ്ഞിന. തമ്മിൽ നിരൂപിക്കനാമെന്നൊരുമിച്ചു തമ്മിൽ അന്യോന്യം പറഞ്ഞു തുടങ്ങിന. സമ്പാദിയുടെ പൂർവവൃത്താന്തം. സമ്പാദിതരുടെ പൂർവവൃത്താന്തങ്ങൾ അമ്പോട് വാനരന്മാരോട് ചൊല്ലിനാൻ. ഞാനും ജടായുവാം ഭ്രാതാവുമായി പുരാ മാനേനദർപ്പിത മാനസന്മാരായി വേഗബാലങ്ങൾ പരീക്ഷിപ്പതിന്നതി. വേഗം പറന്നിതുമേൽപോട്ടു ഞങ്ങളും മാർത്താണ്ഡ മണ്ഡല പര്യന്തമുൽപ്പതി. ചാർത്തരായി വന്നു ദിനകരരശ്മിയാൽ തൽക്ഷണേ തീയും പിടിച്ചിതനജന് പക്ഷപുടലങ്ങളിലപ്പോൾ അവനെ ഞാൻ രക്ഷിപ്പതിനുടൻ പിന്നിലാക്കിയിടിനേൻ. പക്ഷം കരിഞ്ഞു ഞാൻ വീണതു ഭൂമിയിൽ. പക്ഷദ്വയത്തോട് വീണാൻ അനുജനം. പക്ഷികൾക്കാശ്രയം പക്ഷമല്ലോ നിജം. വിന്ധ്യാചലേന്ദ്ര ശിരസി വീണീടിനെ. അന്ധനായി 3 ദിനം കിടന്നീടിനാൻ. പ്രാണശേഷത്താൽ ഉണർന്നൊരു നേരത്ത് കാണായിരു ചിറകും കരിഞ്ഞിങ്ങനെ. കാണായിരു ചിറകും കരിഞ്ഞിങ്ങനെ. ദിക്ഭ്രമം പൂണ്ടു ദേശങ്ങൾ അറിയാഞ്ഞ് വിഭ്രാന്തമാനസനായുഴന്നങ്ങനെ ചെന്നേ നിശാകരത്താമസൻ തന്നുടെ പുണ്യാശ്രമത്തിനു പൂർണ്ണഭാഗ്യോദയാൽ. കണ്ടു മഹാമുനി ചൊല്ലിനാൻ എന്നോട്. പണ്ടു കണ്ടുള്ളോരറിവു നിമിത്തമായി എന്തു സമ്പാദേ വിരൂപനായി വന്നതീ. നെന്തു മൂലമിതാരാലകപ്പെട്ടതും എത്രയും ശക്തനായൊരു നിനക്കിന്ന് ദഗ്ധമാവാൻ എന്തു പക്ഷം പറകു നീ എന്നത് കേട്ടു ഞാൻ എന്നോട് വൃത്താന്തം എന്നൊഴിയാതെ മുനിയോട് ചൊല്ലിനെ. പിന്നെയും കൂപ്പിത്തൊഴുത് ചോദിച്ചത്
സന്നമായി വന്നു ചിറകും ദയാനിധേ, ജീവനെ തെറ്റരിക്കേണ്ടുമുപായമൻ ദേവമെന്നോട് ചൊല്ലിത്തരേണമേ എന്നതു കേട്ടു മഹാമുനി വിദ്യതയാവശനായരുളി ചെയ്തു. സത്യമായുള്ളത് കൊണ്ടു ഞാൻ കൃത്യം നിനക്കൊത്തവണ്ണം കുരുഷ്വ നീ. ദേഹം നിമിത്തമീ ദുഃഖമറിക നീ, ദേഹം ഓർക്കിൽ കർമ്മസംഭവം നിർണയം. ദേഹത്തിലുരുള്ളോരഹം ബുദ്ധി കൈക്കൊണ്ട് മോഹദഹം കർമ്മങ്ങൾ ചെയ്യുന്നു. മിഥ്യയായുള്ളോരു വിദ്യാസമുദ്ഭവ വസ്തുവായുള്ളോ അഹങ്കാരമോർക്ക നീ. ചിച്ഛായയോട് സംയുക്തമായി വർത്തതേ തപ്തമായുള്ളൂരയപ്പിണ്ടോത്സദ. തേന ദേഹത്തിനു താതാത്മ്യയോഗേന താനത് ചെയ്തവാനായി ഭവിക്കുന്നു. ദേഹോഹമെന്നുള്ള ബുദ്ധിയുണ്ടായി വരും ആഹന്തനൂനമാത്മാവിനുമായ. ദേഹോഹമദ്വൈവ കർമ്മകർത്താഹമേ മിഥ്യാഹന്തകൽപ്പിച്ച സർവദാ ജീവനും കർമ്മങ്ങൾ ചെയ്തു ഫലങ്ങളാൽ ബദ്ധനായി സമോഹമാർന്നു ചരണമരണമാം സംസാര സൗഖ്യാദുഃഖാദികൾ സാധിച്ചു ഹംസങ്ങൾ മറന്നു ചമയുന്നു. മേൽപോട്ടാശു കീഴ്പോട്ടും ഭ്രമിച്ചതി താല്പര്യവാൻ പുണ്യഭാവാത്മകൈ സ്വയം. എത്രയും പുണ്യങ്ങൾ ചെയ്തേൻ വളരെ ഞാൻ, വിത്താനുരൂപേണ യജ്ഞദാനാദികൾ ദുർഗതി നീക്കി സുഖിച്ചു വസിക്കണം. സ്വർഗം ഗമിച്ചെന്നു കൽപ്പിച്ചിരിക്കവേ മൃത്യു ഭവിച്ചു സുഖിച്ചു വാഴും വിധം ഉത്തമാംഗം കൊണ്ട് കൊള്ള വീഴുവനു മധോഭൂവി. പുണ്യമായൊടുങ്ങിയാൽ എന്തു തന്മണ്ഡലേ ചെന്നു വധിച്ചിതു നീഹാരസമേതനായി ഭൂമോപതിച്ചു ശല്യാദികളായി ഭവി ചാമോദമുൾക്കൊണ്ടു വാഴും ചിരതരം. പിന്നെ പുരുഷൻ ഭുജിക്കുന്ന ഭോജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കും ബലാൽ. എന്നതിൽ ഒന്നു രേതസ്സായി ചമഞ്ഞിത് ചെന്നു സീമന്തിനി യോനിയിലായി വരും. യോനി രക്തത്തോട് സംയുക്തമായി വന്നു താനേ ജരായു പരിവേഷ്ടിതവുമാം. ഏകദിനേന കലർന്നു കലലാമാമേകി ഭവിച്ചാലതും പിന്നെ മെല്ലവേ പഞ്ചരാത്രം കൊണ്ട് ബുദ്ഭുതാകാരമാം പഞ്ചദിനം കൊണ്ടു പിന്നെ യഥാക്രമം മാംസപേശിത്വം ഭവിക്കുമതിനു മാംസാർത്ഥകാലേന പിന്നെയും മെല്ലവേ പേശീരുധിര പരിപ്ലുതമായി വരും ആശ്വസ ശ്യാമങ്കുരോൽപത്തിയും വരും. പിന്നെ ഒരു പഞ്ചവിശം വിംശതി രാത്രിയാൽ പിന്നെയൊരു 3 മാസേന സന്ധികൾ അംഗങ്ങൾ തോറും ക്രമേണ ഭവിച്ചിടും മംഗുലീജാലവും 4 മാസത്തിനാൽ ദന്തങ്ങളും നഖപങ്ക്തിയും ഗുഹ്യവും സന്ധിക്കും നാസികാകർണനേത്രങ്ങളും നാസികാകർണനേത്രങ്ങളും പഞ്ചമാസം കൊണ്ട് ഷഠമാസേ പുനഃ കിഞ്ചിന പോലും പിഴയാതെ രഹിനാം. കർണയോ ഛിദ്രം ഭവിക്കുമതി സ്ഫുടം പിന്നെ മേഢ്രോപസ്ഥാനാഭിവായുക്കളും സപ്തമേ ഭാസം ഭവിക്കും പുനരുടൻ ഗുപ്തമായോരു ശിരാകേശരോമങ്ങൾ. അഷ്ടമേ മാസി ഭവിക്കും പുനരപി പുഷ്ടമായിടും ജഡരസ്ഥലാന്തരേ.
9-ാം മാസേ വളരും ദിനം പ്രതി കമ്പം കരചരണാദികൾക്കും വരും. പഞ്ചമേ മാസി ചൈതന്യവാനായി വരും. അഞ്ജസാ ജീവൻ ക്രമേണ ദിനേ ദിനേ നാഭിസൂത്രാൽ പരന്ത്രേണ മാതാവിനാൽ സാപേക്ഷമായ ഭോക്താൻ നരസത്തിനാൽ വർദ്ധതേ ഗർഭകമായ പിണ്ഡം മുഹു മൃത്യുവരാനികർമ്മബലത്തിനാൽ പൂർവജന്മങ്ങളും കർമ്മങ്ങളും നിജം സർവകാലം നിരൂപിച്ചു ദുഃഖിച്ചു ജഡാരവാഹിനി പ്രാപ്തനായി തൻ കാരണങ്ങൾ പറഞ്ഞു തുടങ്ങിനാർ. 100,000 യോനികളിൽ ജനി ചിത്രകർമ്മങ്ങൾ അനുഭവിച്ചേനഹം. പുത്രധാരാദി ബന്ധുക്കൾ സംബന്ധവും എത്ര 100,000 കോടി കഴിഞ്ഞത്. നിത്യം കുടുംബ മരണൈകസക്തനായി വിത്തമന്യായമാർജാർജിതാചിന്തന്നഹം വിഷ്ണു സ്മരണയും ചെയ്തുകൊണ്ടില്ല ഞാൻ. കൃഷ്ണകൃഷ്ണേ നീ ജീവിച്ചൊരിക്കലും തൽഫലമെല്ലാം അനുഭവിച്ചിടുന്നിപ്പോൾ ഇവിടെ കിടക്കുന്നു ഞാനിങ്ങനെ. ഗർഭപാത്രത്തിൽ നിന്നെന്നു ബാഹ്യസ്ഥലേ കെൽപ്പോടെനിക്ക് പുറപ്പെട്ടുകൊള്ളാവും. ദുഷ്കർമ്മം ഒന്നുമേ ചെയ്യുന്നതില്ല ഞാൻ, സൽക്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ. നാരായണ സ്വാമി തന്നെ ഒഴിഞ്ഞു മറ്റെല്ലാരെയും പൂജിക്കയില്ല ഞാനെന്നുവേ ഇത്യാദി ചിന്തിച്ചു ജീവനും ഭക്ത്യാ പകൽ ശ്രുതി തുടങ്ങിനാൻ. 10 മാസം തികയും വിധവു ഭൂതലേ ചിത്തതാവേന പിറക്കും വിധിവശാൽ. സൂതിവാദത്തിൻ ബലത്തിനാൽ ജീവനും ജാതനാം യോ നിരന്ത്രേണ വിടാന്വിതം. ബാല്യമാനോപി മാതാപിതാക്കന്മാരാൽ ബാല്യാദി ദുഃഖങ്ങൾ എന്തു ചൊല്ലാവതും. യൗവന സുഖവും ദുഃഖവും വാർദ്ധക്യ ദുഃഖവും സർവവും ഓർത്തോളമേതും പുറാസഖേ നിന്നാൽ അനുഭൂതമായുള്ളതെന്തിന് വർണ്ണിച്ചു ഞാൻ പറയുന്നതാവലാൽ ദേവോഹമെന്നുള്ള ഭാവനയാമഹ മോഹേന സൗഖ്യ ദുഃഖങ്ങൾ ഉണ്ടാകും. ഗർഭവാസാദ്യ ദുഃഖങ്ങളും ജന്തുവ ഉദ്ഭവനും നാശനും ദേഹമൂലം സഖി സ്ഥൂലസൂക്ഷ്മാത്മകദേഹത്വത്താൽ പരം മേലയിരിപ്പതാത്പരൻ പരമാപരൻ കേവലൻ ദേഹാദികളിൽ മമത്വമുപേക്ഷിച്ചു മോഹമകന്നാത്മജ്ഞാനിയായി വാഴുക നീ. ശുദ്ധം സദാ ശാന്തമാത്മാനമവ്യയം ബുദ്ധം പരബ്രഹ്മമാനന്ദമദ്വയം സത്യം സനാതനം നിത്യം നിരുപമം തത്വമേകം പരം നിർഗുണം നിഷ്കളം തത്വമേകം പരം നിർഗുണം നിഷ്കളം സച്ചിന്മയം സകളാത്മകമീശ്വര അച്യുതം സർവജഗന്മയം ശാശ്വതം മായാവിനിർമുക്തമെന്നറിയുന്നേരം മായാവിമോഹമകലുമെല്ലാവരും പ്രാരാബ്ധ കർമ്മവേഗാനുരൂപം ഭുവി പാരമാർത്ഥാത്മനാ വാഴുക നീ സഖേ. മറ്റൊരുപദേശവും പറയാം തവ ചെറ്റുദുഃഖം മനക്കാമ്പിലുണ്ടാകുല ത്രൈതായുഗേ വന്നു നാരായണൻ പോയി ദാതനായിടും ദശരഥപുത്രനായി നക്തഞ്ചരേന്ദ്രനെ നിഗ്രഹിച്ചൻപോട് ഭക്തജനത്തിനു മുക്തി വരുത്തുവാൻ ദണ്ഡകാരണ്യത്തിൽ വാഴും വിധൂവലാൽ ചണ്ഡനായുള്ളോരു നിശാസ്യനാം രാവണൻ
പുണ്ടരീകോദ്ഭൂതമാകിയ സീതയെ പണ്ഡിതന്മാരായ രാമസൗമിത്രികൾ വേർപെട്ടിരിക്കുന്ന നേരത്തു വന്നുതൻ ആപത്തിനായി കട്ടുകൊണ്ടുപോയതും മായയാ. ലങ്കയിൽ കൊണ്ടുവച്ചിടും ദശാന്തരെ പങ്കലോചനായി തിരഞ്ഞിടുവാൻ. മർക്കട രാജധാനി മർക്കട രാജനിയോഗാൽ കപികുലം ദക്ഷിണവാരിധീരദേശേവരും തത്ര സമാഗമം നിന്നോട് വാനര കേർത്തുമോരു നിമിത്തേന നിസംശയം. എന്നാൽ അവരോട് ചൊല്ലിക്കൊടുക്ക നീ തന്വങ്കി വാഴുന്ന ദേശം ദയാവശാൽ. അപ്പോൾ നിനക്കു പക്ഷങ്ങൾ നവങ്ങളായി ഉദ്ഭവിച്ചിടും, അതിനില്ല സംശയം. എന്നെ പറഞ്ഞു ബോധിപ്പിച്ചതിങ്ങനെ മുന്നം ദിശാകരനായ മഹാമുനി. വന്നതു കാൺമിൻ ചിറകുകൾ പുത്തനാ എന്നേ വിചിത്രമേ നന്നു നന്നെത്രയും. ഉത്തമ താപസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരികയില്ലെന്നുമേ. ശ്രീരാമദേവകഥാമൃത മഹാത്മ്യമാരാലും ഓർത്തറിയതില്ലാവതല്ലേതും. രാമനാമൃതത്തിനു സമന്നമായി മാവകേ മാനസേ മറ്റു തോന്നിയിലഹോ. നല്ലതു മേന്മേൽ വരേണമേ നിങ്ങൾക്ക്, കല്യാണഗാത്രിയെ കൊണ്ടു കിട്ടേണമേ, കല്യാണഗാത്രിയെ കണ്ടു കിട്ടേണമേ. നന്നായതി പ്രയത്നം ചെയ്യിലർന്നവ ഇന്നു തന്നെ കടക്കായി വരും നിർണയം. ശ്രീരാമനാമസ്മൃതി കൊണ്ട് സംസാരം വാരാന്തിയെ കടക്കുന്നിതേവരും. രാമഭാര്യാലോകനാർത്ഥമായി പോകുന്ന രാമഭക്തന്മാരാം നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നിടുവാനേതുമോ രാകുലമാകുണ്ടാകുകയില്ലൊരു ജാതിയും എന്നു പറഞ്ഞു പറഞ്ഞതി യുത്തന്നതനായ സമ്പാദി വിഹായസ. സമുദ്രലംഘന ചിന്ത. പിന്നെ കവിവരന്മാർ കൗതുകത്തോടും അന്യോന്യാമാശു പറഞ്ഞു തുടങ്ങിനാർ. ഉഗ്രം മഹാനക്രചക്ര ഭയങ്കരമഗ്രേ സമുദ്രമാലോക്യ കവികുലം. എങ്ങനെ നാം ഇതിനെ കടക്കുന്നവാറെങ്ങും മറുകര കാണുവാനുമില്ലല്ലോ. ആവതല്ലാത്തത് ചിന്തിച്ചു ഖേദിച്ചു. ചാവതിന്നെന്തവകാശം കവികളെ. ശുക്രത്തനയനു തനുജാരാമങ്കരൻ മർക്കട നായകന്മാരോട് ചൊല്ലിനാൻ. മർക്കടൻ നായകന്മാരോട് ചൊല്ലിനാൻ. എത്രയും വേഗബലമുള്ള ശൂരന്മാരാ, ശക്തിയും വിക്രമവും പാരമുണ്ടല്ലോ നിങ്ങളെല്ലാവർക്കും. എന്നാൽ ഇവരിൽ ചിങ്ങുവെന്നോടൊരുത്തൻ പറയണം. ഞാനതിനാളെന്നവനല്ലോ നമ്മുടെ പ്രാണനെ രക്ഷിച്ചുകൊള്ളുന്നതും ദൃഢം. സുഗ്രീവരാമ സൗമിത്രികളും ബഹു വ്യഗ്രം കളഞ്ഞു രക്ഷിക്കുന്നതും അവൻ. അങ്കദനിങ്ങനെ ചൊന്നത് കേട്ടവർ തങ്ങളിൽ നോക്കിനാരേവരും. ഒന്നും പറഞ്ഞിലൊരുത്തനും അങ്കദൻ പിന്നെയും വാനരന്മാരോട് ചൊല്ലിനാൽ. ചിത്തേ നിരൂപിച്ചു നിങ്ങളുടെ ബലം പ്രത്യേകമുദ്യോഗപൂർവകം. ചാടാമെനിക്കു ദശയോജന വഴി ചാടാമിരുപതെന്നിരിക്കുന്നൊരു കവി. 30 ചാടാമെനിക്കുന്നവരെന്ന് മപ്പടി 40 മറ്റേവരും. 50 70 നാമെന്നു 80
100 ചാടാമെന്നിരിക്കുന്നൊരുവനും 90 ചാടുവാൻ ദണ്ഡമില്ലേകനേ. നന്നവമോ 100 യോജനയുമുണ്ടല്ലോ ഇക്കണ്ട നമ്മിലാർക്കും കടക്കാവതല്ലിക്കടൽ വർക്കരവീരനെ നിർണയം. മുന്നം ത്രിവിക്രമൻ 3 ലോകങ്ങളും ചെന്നയായി 3 അളക്കും വിധോ. യൗവനകാലേ പെരുമ്പറയും കൊട്ടി 7 വട്ടം വലത്തു വച്ചീടിനെ. വാർദ്ധക്യസ്ത്രനായി നിദാനേം ലവണാബ്ദി കടപ്പാനുമില്ല വേഗം മമ. ഞാൻ 21 വട്ടം പ്രദക്ഷിണം ദാനവാരിക്കു ചെയ്തേൻ ദശമാത്രയാ. കാലസ്വരൂപനാമീശ്വരൻ തന്നെ ലീലകളോർത്തോളം അത്ഭുതം ഇത്രയും ഇത്തമജാത്മജൻ ചൊന്നത് കേട്ടതീനുത്തരം വൃത്രാരിപുത്രനും ചൊല്ലിനാൻ. അങ്ങോട്ടു ചാടാമെനിക്കെന്നു നിർണയം, ഇങ്ങോട്ടു പോരാൻ ദണ്ഡമോ ഉണ്ടാകിലും സാമർഥ്യമില്ല മറ്റാർക്കും എന്നാകിലും സാമർഥ്യമുണ്ടു ഭവാനിതിനെങ്കിലും. ഭൃത്യജനങ്ങളയക്കില്ലെന്നുമേ ഭൃത്യരിലേഖനുണ്ടാമെന്നതേ വരൂ. ആർക്കുമേയില്ല സാമർഥ്യമനശ്ശനം. ദീക്ഷിച്ചു തന്നെ മരിക്കനല്ലോ വയം. താരേവനേവം പറഞ്ഞോരനന്തരം സാരസംഭവനന്ദനൻ ചൊല്ലിനാൻ. എന്തു ജഗൽ പ്രാണനന്ദനൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നതേതും പറയാതെ കണ്ഠനായി തന്നെ ഇരിക്കുന്നു കളകയോ. കണ്ടീല നിന്നെ ഒഴിഞ്ഞു മറ്റാരെയും, കണ്ടീല നിന്നെ ഒഴിഞ്ഞു മറ്റാരെയും. ദാക്ഷായണീ ഗർഭപാത്രസ്ഥനായൊരു സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവാൻ. പിന്നെ വാദാത്മജനാകയുണ്ടവൻ തന്നോട് തുല്യൻ ബലവേഗമോർക്കിലോ. കേസരിയെ കൊന്നു താപം കളഞ്ഞോരു കേസരിയാകിയ വാനരനാഥന് പുത്രനായ ജനപെറ്റുള്ളവരായൊരു സത്വഗുണപ്രധൻ ഭവാൻ കേവലം. അജ്ഞനാഗർഭച്യുതനായ വനിയിൽ അജ്ഞസാജാതനായി വീണനേരം ഭവാൻ. 500 യോജനമേൽപോട്ട് ചാടിയതും ഞാൻ അറിഞ്ഞിരിക്കുന്നിതു മാനസേ. ചണ്ഡകിരണനുദിച്ചു പൊങ്ങും നേരം മണ്ഡലം തന്നെ തുടുതുടെ കണ്ടു നീ പക്വമെന്നോർത്തു ഭക്ഷിപ്പാനെടുക്കയാൽ. ശുക്രനുടൈ വജ്രമേറ്റു പതിച്ചതും ദുഃഖിച്ചു മാരുതൻ നിന്നെയും കൊണ്ടുപോയി. പൂക്കിതു പാതാളം. അപ്പോൾ ത്രിമൂർത്തികൾ 30 കോടി വാനരർ തന്നോട് ഉൽപ്പല സംഭവ പുത്രവർഗത്തോടും ഉൽപ്പല സംഭവ പുത്രവർഗത്തോടും പ്രത്യക്ഷരായി വന്നനുഗ്രഹിച്ചിടിനാൻ. മൃത്യുവരാ ലോകനാശം വരുമ്പോഴും കൽപ്പാന്തകാലത്തുമില്ല മതിയെന്ന് കൽപ്പിച്ചതിളക്കം വരാ നിർണയം. ആംനായ സാരാർത്ഥമൂർത്തികൾ ചൊല്ലിനാർ. നാംനാ ഹനുമാനിവനെന്നു സാദരം വജ്രം ഹനുവിങ്കലേറ്റുമുറുകയാ. ചരിത്രങ്ങൾ മറന്നിതാ മനസ്സേ നീങ്കയില്ലല്ലോ തന്നു രാഘവ അങ്കുലീയം അതെന്തുമെന്തിനോർക്ക നീ. ത്വദ്ബലവീര്യവേഗങ്ങൾ വർണ്ണിപ്പതിൻ നീ പ്രപഞ്ചത്തിൽ ആർക്കുമാമല്ലടും. ഇത്തം വിരിസുതൻ ചൊന്ന നേരം വായു പുത്രനുമുദ്ധായ സത്വരം പ്രീതനായി. ബ്രഹ്മാണ്ഡമാശുകുലുങ്ങുമാറുന്നവൻ സമ്മതാൽ സിംഹനാദം ചെയ്തരുളിനാൻ. വാമനമൂർത്തിയെ പോലെ വളർന്നവൻ ഭൂമിധാരാഹരനായി നിന്ന് ചൊല്ലിനാൻ.
ലംഘനം ചെയ്തു സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കീശനാൽ. രാവണനെ കുലത്തോട് മുടുക്കി ഞാൻ ദേവിയെയും കൊണ്ടുപോരും അവനെന്നുമേ. അല്ലായെങ്കിലോ ദശകണ്ഠനെ ബന്ധിച്ചു മെല്ലവേ വാമകരത്തിലെടുത്തുടൻ കൂടത്രയത്തോട് ലങ്കാപുരത്തെയും കൂടെ വലത്തുകരത്തിലാക്കിക്കൊണ്ട് രാമാന്തേ വച്ചു കൈതൊഴുതിടുവൻ. രാമാങ്കുലീയവൻ കയ്യിലുണ്ടാകയാൽ മാരുതി വാക്കു കേട്ടൂരു വിധിസുതൻ ആരൂഢ കൗതുകം ചൊല്ലിനാൻ പിന്നെയും. ദേവിയെ കണ്ടു വിരവിൽ വരിക നീ രാവണനോട് എതിർത്തിടുവാൻ പിന്നെയാം നിഗ്രഹിച്ചിടും ശാസ്ത്രീയരാകവൻ. വിക്രമം കാട്ടുവാൻ അന്നേരമാമല്ലോ പുഷ്കരമാർഗേണ പോകും നിനക്കൊരു വിക്രം വരായിക കല്യാണം ഭവിക്കതെ മാരുതദേവനുമുണ്ടരികേ. തവ ശ്രീരാമകാര്യാർത്ഥമായല്ലോ പോകുന്നു ആശീർവചനവും ചെയ്തു കവികുല മാശുപോകെന്നു വിധിച്ചോരനന്തരം. മാശുപോകെന്നു വിധിച്ചോരനന്തരം വേഗേന പോയി മഹേന്ദ്രത്തിൻ മുകളേറി നാഗാരിയെപ്പോലെ നിന്നു തിളങ്ങിനാൻ. യുദ്ധം പറഞ്ഞു അറിയിച്ചോരു തത്തയും ബന്ധമോദമോദത്തോടിരുന്നതിക്കാലമേ. ഇഥ്യാത്മരാമായണേ ഉമാ മഹേശ്വര സംവാദേ കിഷ്കിന്ധാകാണ്ഡം സമാപ്തം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ സീതാഭിരാമ. ശ്രീരാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാവണാന്തക രാമ. ശ്രീരാമഹൃതിരമതമാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ രമാപദേ. ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ നാരായണായ നമോ നാരായണായ നമ നാരായണോ നമോ നാരായണായ നമ. ഇതോടുകൂടി 19ാം ദിവസത്തെ രാമായണ പാരായണത്തിലെ പേജുകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.